പറയാം. അടുത്ത ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരാൾ മാത്രം സംസാരിക്കുന്നത്. മായാദാസ് ആരോപണങ്ങൾക്ക് മറുപടിയാണ്. പ്ലീസ് സഹകരിക്കുക. പ്ലീസ് ബിനോയ്, പ്ലീസ് പ്ലീസ് കൂടുതൽ ചോദ്യങ്ങളിലേക്ക് അതിലധികം താങ്കൾ എടുത്തു. അതിലധികം ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. അതിലധികം താങ്കൾ എടുത്തു. മായാദാസ് പറയൂ പ്ലീസ്. ഒന്ന് സഹകരിക്കൂ പ്ലീസ്. പറയേണ്ടതെല്ലാം പറഞ്ഞല്ലോ. ഇനി അടുത്ത ട്രെയിനിലാവാം. മായാദാസ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിൽ കിടന്നത് ശിവശങ്കരൻ. അദ്ദേഹം എന്തിനാ ജയിലിൽ കിടന്നത്? സ്വാതന്ത്ര്യ സമരത്തിന് പോയതിനല്ല, ലൈഫ് മിഷനിലെ അഴിമതി കാണിച്ചതിനാ. അതിനാണ് അദ്ദേഹം കിടന്നത്. നിങ്ങൾ കാണാൻ പറയരുത്. ചോദിച്ച ചോദ്യത്തിന് ലൈഫ് മിഷൻ എന്ന് പറയുമ്പോ ലൈഫ് മിഷൻ എന്ന് പറയാമല്ലോ. ചോദ്യമല്ലല്ലോ നിങ്ങൾ പറയുമ്പോൾ കേട്ടില്ലേ? നിശബ്ദമായിരുന്നില്ലേ? അലമ്പാക്കാനാണ് പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹം പറയട്ടെ. എല്ലാവർക്കും അവർക്ക് പറയാനുള്ള സമയം ഞാൻ അനുവദിക്കുന്നുണ്ട്. ദയവേത് ഇടപെടാതെ. അലമ്പാക്കുന്ന എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ലൈഫ് മിഷന്റെ മറുപടി പറയാനുണ്ടാവില്ല. നിങ്ങൾ ആരെങ്കിലും ഇവിടെ എത്ര അധികം ആളുകളുണ്ടല്ലോ, പോവാത്ത ആളുകളുണ്ടാവും. റോഡ് പോലും ഇല്ല. ആ ചരൽപ്പറമ്പിന്റെ മുകളിൽ ഫ്ലാറ്റ് ഉണ്ടാക്കിയത്, അവിടെ ചെന്നാൽ പാമ്പ് കടിക്കും. അവിടെ അത്യന്താധുനികമായ പറഞ്ഞു കഴിയട്ടെ സുഹൃത്തെ, ഞാൻ നിങ്ങൾ പറയുമ്പോ ഒന്നും ചെയ്തില്ലല്ലോ. അവിടെ അത്രയേറെ വലിയ സൗകര്യത്തിൽ ഫ്ലാറ്റ് വരികയാണ് അവിടെ. ആ ഫ്ലാറ്റ് ആരാണ്ടാക്കണ? റെഡ് ക്രസന്റ് എന്ന് പറയുന്നത്. റെഡ് ക്രോസ് എന്ന് കേട്ടിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിൽ. ഇസ്ലാമിക രാജ്യങ്ങളിൽ റെഡ് ക്രോസ് അല്ല, കുരിശിന് പകരം റെഡ് ക്രസന്റ് ചന്ദ്രികയാണ്. റെഡ് ക്രസ് എന്തത്ര അസഹിഷ്ണുത! ആ റെഡ് ക്രസന്റിന്റെ പേരിലുള്ള കാശാണ് വെട്ടിച്ചു കൊണ്ടുപോയത്. അങ്ങനെ ഇത് എവിടെന്നാ കിട്ടിയത് ഈ ഫയല്? സ്വപ്ന സുരേഷിനെ ചോദ്യം ചെയ്തപ്പോൾ സ്വപ്ന സുരേഷിന്റെ അലമാരയിൽ നിന്നാണ് ഈ ഫയലുകൾ കിട്ടിയത്. ഇതിൽ മുഴുവൻ അഴിമതിയുണ്ട്. അവിടെ ആരാ നിത്യ സന്ദർശകൻ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി. മുഖ്യമന്ത്രിക്ക് പറഞ്ഞു കഴിയട്ടെ. മുഖ്യമന്ത്രിക്ക് കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുക്കുന്ന ആ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിൽ കിടന്നു. ഒരു CBI അന്വേഷണം നടന്നോ? നിങ്ങൾക്ക് BJP സപ്പോർട്ട് ചെയ്തില്ലേ? നിങ്ങൾക്ക് BJPയുടെ സഹായം ഉണ്ടായി. കലവറയില്ലാത്ത സഹായം. ആ കലവറയില്ലാത്ത സഹായം ഉണ്ടായത് കൊണ്ടാണ് നിങ്ങളുടെ പേരിൽ CBI അന്വേഷണം നടക്കാതെ പോയത്. അനിൽ അക്കര ഒരു കോടതിയിലും ഈ ലൈഫ് മിഷനെതിരായിട്ട് കേസ് കൊടുത്തിട്ടില്ല. ലൈഫ് മിഷൻ അഴിമതിയാണ്, തടഞ്ഞു വെക്കണമെന്ന് പറഞ്ഞ് കേസ് കൊടുത്തിട്ടില്ല. ബഹുമാന്യനായ വടക്കാഞ്ചേരി MLA ശ്രീ സേവ്യർ ചിറ്റപ്പള്ളി നിയമസഭയിൽ പറഞ്ഞു, എന്താ ഞാൻ ഇത് ആവശ്യപ്പെടുന്നു, ലൈഫ് മിഷൻ പ്രവർത്തനം പുനരാരംഭിക്കണം. പുനരാരംഭിച്ചോ? നിങ്ങളുടെ കയ്യിൽ ഭരണമുണ്ടായില്ല 5 വർഷം. അവിടെ ഒരു കല്ലിടാൻ സാധിച്ചോ? അവിടെ ബലമില്ല എന്ന് പറഞ്ഞു. സെൻട്രൽ ഗവൺമെന്റ് ഏജൻസി വന്ന് അവിടെ ബലക്ഷമത പരിശോധിച്ചു. എന്നിട്ട് അവിടെ നിന്ന് വർക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞോ? ഇപ്പോഴും ബഹുമാന്യനായ അനിൽ അക്കര അദ്ദേഹം നിയമ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എന്തിനു വേണ്ടി അവിടെ പാവപ്പെട്ടവർക്ക് ഫ്ലാറ്റ് കിട്ടാൻ നീതു ജോൺസൺ എന്ന് പറഞ്ഞ് ഒരാളുടെ പേര് പറഞ്ഞ് നാട്ടിലെമ്പാടും വീട് മുടക്കി എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചു. അനിൽ അക്കരയെ തോൽപ്പിച്ചു. ഇതുകൊണ്ടൊന്നുമില്ലാതെയാവില്ല ഈ അഴിമതി. ഈ അഴിമതി എന്ന് പറഞ്ഞാൽ നഗ്നമായ അഴിമതി, വ്യക്തിച്ച അഴിമതി. ആ അഴിമതിയാണ് ലൈഫ് മിഷൻ അഴിമതി.